ഹലോ കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി യൂട്യൂബിൻ്റെ റീച്ച് എങ്ങനെ കൂട്ടാം, ഇംപ്രഷൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ ധാരാളം വീഡിയോസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ചാനലിൽ ധാരാളം പേര് വന്നിട്ട് നമ്മളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ ഇല്ലെങ്കിൽ വീഡിയോസൊക്കെ വാച്ച് ചെയ്താലേ നമ്മൾക്ക് ഓഡിയൻസ് റിട്ടൻഷനൊക്കെ കിട്ടി യൂട്യൂബ് നമ്മളുടെ വീഡിയോയുടെ ഇംപ്രഷൻസ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയുള്ളൂ. ചാനൽ നല്ല റീച്ചിൽ വരാൻ ഇത് വളരെ സഹായിക്കും. പക്ഷേ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള സംശയം ചാനൽ എങ്ങനെ റീച്ചിൽ എത്തിക്കാം എന്നതാണ്. അപ്പോൾ മുമ്പും ഒരുപാട് വീഡിയോസിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ പലരും കമൻസിലൂടെ എന്നോട് ചോദിക്കാറുണ്ട്, ഒരുപാട് ബിസിയാണ്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ലീവൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ധാരാളം പേര് കമൻസിൽ ഇതുവഴി ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യമൊക്കെ കുറേ സ്ട്രഗിളൊക്കെ ഉണ്ടാകും. പക്ഷേ പതുക്കെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ലെങ്ത്ത് കുറച്ച് കുറവാണെങ്കിലും ആഴ്ചയിൽ കുറഞ്ഞതൊരു 3 വീഡിയോസ് എങ്കിലും ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ടാകുമ്പോഴേക്കും കാലം ഉടയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. ഒരുപാട് നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്താലും അതുമായി ബന്ധപ്പെട്ട് ഈ വലിയ യൂട്യൂബ് ചാനലുകളിൽ നമ്മളുടെ കണ്ടൻറ്റിന് തത്തുല്യമായിട്ടുള്ള കണ്ടൻറ്റുള്ള വലിയ ചാനൽ അത് ചെന്ന് കാണുക. അതുപോലെ അവരുടെ കണ്ടൻറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ആ ഐഡിയാസൊക്കെ നമ്മളുടെ തലയിൽ കയറണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അവരുടെ പ്രസൻറ്റേഷനൊക്കെ എങ്ങനെയാണ്, പിന്നെ ഇതൊക്കെ നമ്മൾ അത് നോക്കിയിട്ട് എന്തൊക്കെയാണോ നമ്മൾ ഇതിനായിട്ട് ചെയ്യാനുള്ളത് അതൊക്കെ നോക്കി പഠിക്കണം. അപ്പോൾ പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ ഒരു മോഹൻലാലോ ഒരു മമ്മൂട്ടിയോ ഒരു മഞ്ജു വാര്യരോ ഒന്നും ആകാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾക്ക് നമ്മളായിട്ട് തന്നെ ഇരിക്കാമല്ലോ, അല്ലേ? അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ധാരാളം പേര് വന്നിട്ട് അവരിൽ പെട്ട ഒരാളായി എന്നെ കാണുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും നിങ്ങൾ വന്ന് കാണുകയും അത് ഇഷ്ടപ്പെട്ട് നല്ല കമൻസൊക്കെ അയക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കേണ്ട, നമ്മൾക്ക് ഇതൊക്കെ തന്നെ ധാരാളം മതി. നമ്മൾക്ക് മമ്മൂട്ടിയും സച്ചിൻ തെണ്ടുൽക്കറും ഒക്കെ ഒന്നും ആകാനായിട്ട് കഴിയില്ല. പക്ഷെ നമ്മൾക്ക് നമ്മളായിട്ട് തന്നെ ഇരുന്നാൽ മതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. ആ ഒരു പോയിൻ്റ് അതിൽ എപ്പോഴും ഞാൻ പിന്നെയും പറയാറുണ്ട്. അതായത് ആഴ്ചയിൽ ഒരു 3 വീഡിയോസ്, പറ്റുമെങ്കിൽ ഡെയിലിയും വീഡിയോസ് ഇടും. 3 വീഡിയോസെങ്കിലും പരമാവധി ഇടുക. പിന്നെ ഏതൊരു പേരൻസിനാണെങ്കിലും കുട്ടികളുടെ കൂടെ കഴിയാനായിട്ടും കുറേ സമയം അവർക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇപ്പോൾ വർക്കിൻ്റെ തിരക്കൊക്കെ കാണും. പിന്നെ ജോലിക്ക് പോകുന്നവരുണ്ടാകും, ജോലിക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ യൂട്യൂബ് ചാനൽ കൊണ്ട് മുമ്പോട്ട് പോകുന്നവരുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ജോലിയുടെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഇഷ്ടം മാത്രമല്ല, നമ്മളുടെ ചുറ്റിലുള്ളവരുടെ ഇഷ്ടം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വന്നിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് എടുക്കാതെ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാനും സമയം കണ്ടെത്തണം. ഇപ്പോൾ കൊച്ചു കുട്ടികൾ ഉള്ളവർക്കൊക്കെ അവർ ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ വീഡിയോസ് എടുക്കാം. നമ്മൾക്ക് ചിലപ്പോഴൊക്കെ ഒരു ഉറക്കമൊക്കെ, നമ്മളുടെ ഉറക്കം കാലിയാവുകയും ഉറക്കമൊക്കെ ഒഴിയേണ്ടിയും വന്നേക്കും. പിന്നെ ഈ ഇതുപോലത്തെ ടെക് ചാനലൊക്കെ ഉള്ളവർക്കൊക്കെ വീട്ടിലിരുന്ന് ഈ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വ്ളോഗൊക്കെ എടുക്കുന്നവർക്ക് പുറത്ത് ഫാമിലിയുടെ കൂടെ തന്നെ പോയി ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഒരു സന്തോഷം വരുന്ന രീതിയിൽ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഫാമിലിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഈ ഒരു കാലം കഴിഞ്ഞു കൂടുമ്പോൾ നമ്മൾ പിറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യചിഹ്നം നിലനിൽക്കും. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഫാമിലി എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളും അങ്ങനെ ഉള്ളവരൊക്കെ ധാരാളം പേര്, പിന്നെ ഹോം മേക്കേഴ്സ്, അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സമയമൊക്കെ കണ്ടെത്തിയിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യൂസും ഒക്കെ കൂടെ കുറഞ്ഞിട്ടും അതിന് വലിയ റെസ്പോൺസും ഒക്കെ വരാതിരിക്കുമ്പോഴേക്കും അവരുടെ മനസ്സ് സ്വാഭാവികമായിട്ടും വിഷമിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ടും ഇത്രയും സമയം ഒതുക്കി
ഇതിനായി മാറ്റി വെച്ചിട്ടും നല്ല കണ്ടൻറ്റൊക്കെ ഇട്ടിട്ടും ഇങ്ങനെ വ്യൂസും വാച്ചവേഴ്സും ഒന്നും കയറുന്നില്ല, റീച്ച് കിട്ടുന്നില്ല എന്നൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു വിഷമവും ബുദ്ധിമുട്ടും തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് പോലും അറിയാതെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ വീഡിയോ ക്ലിക്കായിട്ട് അത് വൈറലാകുന്നത്. അപ്പോൾ ആ സമയമൊക്കെ നമ്മൾക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊന്നും സാധിക്കില്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, റെഗുലറായിട്ട് വീഡിയോസ്. പിന്നെ ഈ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അവർ സ്കൂളിലൊക്കെ ഇരിക്കുന്ന നേരം ഈ കണ്ടൻറ്റിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെക്കുക. അപ്പോൾ അങ്ങനെ കുറിച്ച് വെക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് കുറേ എണ്ണം ഒരാഴ്ചത്തേക്ക് വേണ്ടത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളെ പൊറുത്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണോ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഓരോരുത്തരുടെയും ചുറ്റുപാടും വ്യത്യാസമായിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്തിട്ട് എല്ലാം കൂടെ നമ്മളുടെ വീട്ടുകാര്യങ്ങളും അതുപോലെ തന്നെ യൂട്യൂബർക്കും പിന്നെ ജോലിക്ക് പോകുന്നവർക്ക് അവർക്കും അപ്പോൾ ഇതൊക്കെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് അത് നമ്മളുടെ കഴിവിന് അനുസരിച്ചിട്ട് നമ്മളുടെ പരിശ്രമത്തിന് അടിസ്ഥാനമാക്കിയിട്ടുമാണ്. അപ്പോൾ ഇതൊന്നും എനിക്ക് സമയമില്ല, ഇതൊന്നും ഇടാൻ എനിക്ക് വയ്യ, ഇതൊന്നും ആരും കാണാനും പോകുന്നില്ല, എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഫീൽഡിൽ മുമ്പോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ പ്രവചിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മൾ ഈ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ എന്താ റിസൾട്ട് എന്നുള്ളത് നമ്മൾക്ക് അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്താ ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ധാരാളം പേര് കമൻസിലൂടെ എന്നോട് ചോദിക്കുന്നുണ്ട് എത്ര വീഡിയോസാണ് നമ്മൾ ഇടേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഈ വീഡിയോ ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയാസിൽ നിന്നുമൊക്കെ ഓരോ കണ്ടൻറ്റൊക്കെ പൊക്കിയിട്ട് അത് നമ്മൾ ഈ ഓഡിയോ ലൈബ്രറി യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്നും കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കൊക്കെ വെച്ച് തട്ടി വിട്ടാലും അതിനൊക്കെ ഇപ്പോഴല്ലെങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും അതൊരു തലവേദനയായിട്ട് മാറും, റീയൂസ്ഡ് കിട്ടും. ആദ്യമൊക്കെ യൂട്യൂബ് അതൊക്കെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അതിലൂടെ നല്ല വ്യൂസ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് നല്ല ഉത്സാഹമായിരിക്കും, ഈ പരിപാടി കൊള്ളാലോ, നമുക്കിത് തുടർന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു 6 മാസമായിരിക്കും, ചിലപ്പോൾ 8 മാസമൊക്കെ കഴിഞ്ഞിട്ട് യൂട്യൂബ് ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അപ്പം പിടി വീഴും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എനിക്ക് ഇതിനെ അനുഭവമൊക്കെ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നല്ല 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 കമൻസ് വായിക്കാറുണ്ട്, അതെനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോസൊക്കെ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോഴേക്കും നിങ്ങൾ അത് നന്നായിട്ട് സ്വീകരിച്ചിട്ട് എനിക്ക് നല്ല മോട്ടിവേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്നും തിരിച്ചു കിട്ടാറുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു, ഇടയ്ക്ക് കുറച്ച് ദിവസം വീഡിയോസൊന്നും കാണാൻ പറ്റിയില്ല പല പ്രശ്നങ്ങളും കാരണം. അപ്പോൾ അതൊന്നും സാരമില്ല, ഇപ്പം നമ്മൾക്കൊക്കെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാവകാശം ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴേക്കും നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല ടോപ്പിക്സുമായിട്ട് ഇന്നും രാവിലെ 9 മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.